നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ പലപ്പോഴും വളരെ നിഷ്കളങ്കമായി രാഷ്ട്രീയ നേതൃത്വത്തെ പിന്തുടരുന്നവരാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിലെ അനുയായികളായിട്ടുള്ള ആളുകൾ. അവരൊക്കെ തന്നെ ഇപ്പോൾ ഒരാൾ CPM ആണെങ്കിൽ അവർക്കൊരു BJP-കാരനോടൊരു വിരോധമുണ്ടാവും. കാരണം അവനോട് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിലും വെറുതെ അവൻ BJP-കാരനായതുകൊണ്ട് മാത്രം ഒരു വിരോധമുണ്ടാവും. ചില BJP-കാർക്ക് മുസ്ലിം ലീഗുകാരനോടൊരു വിരോധമുണ്ടാവും, കോൺഗ്രസ്സുകാരോട് വിരോധമുണ്ടാവും. ഇതൊക്കെ നേരെ തിരിച്ചും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മളവനെ സഹായിക്കുക പോലുമില്ല ഏതെങ്കിലും ഒരു അവസരത്തിൽ. പക്ഷേ ഇത്തരത്തിലുള്ള വിവരക്കേടുകളൊക്കെ സ്വന്തം അണികളുടെയും താഴെത്തട്ടിലും മാത്രമേ ഉള്ളൂ എന്ന് വെളിവാക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവരൊക്കെ തമ്മിൽ, അതായത് മുകൾ തട്ടിലെ നേതാക്കന്മാരൊക്കെ തമ്മിൽ വലിയ തോതിൽ സ്നേഹമാണ്, വലിയ തോതിലുള്ള സൗഹൃദം നിലനിർത്തുന്നവരാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇതൊന്നും അറിയാത്തവരാണ് സാധാരണക്കാർ. അവർ പലപ്പോഴും ഈ രാഷ്ട്രീയത്തിന് വേണ്ടി രക്തസാക്ഷികളാകാൻ വരെ തയ്യാറായിട്ടുള്ളവരാണ്. ഇത് ഞാൻ പറയുമ്പോൾ പണ്ട് കാസർഗോഡ് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞാൽ രാമറയും രാമണ്ണറയും എന്ന് പറയുന്ന രണ്ട് പേരുണ്ടായിരുന്നു. ഒന്ന് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയും ഒന്ന് DCC പ്രസിഡൻറ്റുമാണ്. ഇവരുടെ മക്കൾ തമ്മിലാണ് കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇവർ രണ്ടുപേരും വലിയ ധനാഢ്യരായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. രാഷ്ട്രീയ അധികാരമുണ്ടായിരുന്നവരാണ്. ചിലർ MP-യും പല പൊസിഷനുകളിലൊക്കെ ഇരുന്നവരാണ്. അപ്പോൾ അവരുടെ കുടുംബങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ മാത്രമുള്ള സൗഹൃദങ്ങളുണ്ടായിരുന്നു. മറ്റു പല ആളുകളും തമ്മിൽ ഇതുപോലെ തന്നെ അതിതീവ്രമായിട്ടുള്ള സൗഹൃദങ്ങളുണ്ട് എന്ന് നമുക്കറിയാം, വ്യത്യസ്ത ചേരികളിലാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്കെല്ലാവർക്കും സൗഹൃദമുള്ള, എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട, വേണ്ടപ്പെട്ട ചിലരുണ്ട്. അവരൊന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ജാഥ വിളിക്കാൻ നിൽക്കുകയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ പെട്ടിയെടുക്കാൻ നിൽക്കുകയോ അവന് വേണ്ടി നിശിതമായി വാദിക്കുകയോ ഒന്നും ചെയ്യില്ല. പകരം അവർക്കെല്ലാം ഉള്ളൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ കയ്യിൽ വലിയ തോതിൽ പണമുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരാളെ നമ്മൾ കണ്ടിട്ടുള്ളത് യൂസഫ് അലിയാണ്. അദ്ദേഹത്തിൻ്റെ എറണാകുളത്തെ ലുലു മാൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് VS അച്യുതാനന്ദനും പിണറായി വിജയനും, അതായത് പരസ്പരം പോരടിച്ച് നിൽക്കുന്ന ആളുകൾ പോലും, പിന്നെ ഉമ്മൻചാണ്ടിയും അടക്കമുള്ള എല്ലാവരും തന്നെ നല്ല സൗഹൃദത്തോടുകൂടി സന്തോഷത്തോടെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും യൂസഫ് അലി എല്ലാവർക്കും തന്നെ വേണ്ടപ്പെട്ടവനായി മാറുകയോ ഒക്കെ ചെയ്തു. അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, യൂസഫ് അലി തൊട്ട് സൈഡിലുള്ള തോട് കയ്യേറി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചില ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഹോട്ടലിന് മുമ്പിലും, അതുപോലെ തന്നെ ഹോട്ടലെന്ന് പണിതിട്ടില്ല, അവിടെയൊക്കെ മുമ്പിലും ദിനേശ് മണി അടക്കമുള്ള സഖാക്കളൊക്കെ ചെറിയ തോതിലുള്ള സമരമൊക്കെ നടത്തി. പക്ഷേ മോളിൽ നിന്ന് വിളി വന്നതുകൊണ്ട് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് പോരേണ്ടി വന്നു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവർക്കും സൗഹൃദമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ സൗഹൃദമുള്ള മറ്റൊരു മുതലാളിയാണ് നമ്മുടെ രവി മുതലാളി എന്ന് പറയുന്നത്. രവി മുതലാളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് രവി പിള്ള എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞത് എറണാകുളത്ത് നിന്നാണ്. അദ്ദേഹത്തിൻ്റെ അത്രയും സമ്പന്നനായ ഒരാളല്ല, പക്ഷേ 2 ഡോക്ടർ ദമ്പതികളുടെ ഒരു മകനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് നമ്മുടെ ബഹ്റിൻ രാജാവിൻ്റെ ഏറ്റവും വലിയൊരു പുരസ്കാരം ലഭിക്കേണ്ടത്. ആ പുരസ്കാരം ലഭിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊരു ചടങ്ങ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. ആ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുത്തു. പിണറായി വിജയനാണ് അതിൻ്റെ ഉദ്ഘാടകനായിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പങ്കെടുത്തു. പിന്നെ പാർട്ടി ഭേദമില്ലാതെ തന്നെ നമ്മുടെ ഗോവ ഗവർണറായിട്ടുള്ള PS ശ്രീധരൻപിള്ള പങ്കെടുത്തു. പിന്നെ വലിയ തിരക്കുകൾക്കിടയിലും മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞെത്തി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അങ്ങനെ അദ്ദേഹം എല്ലാ ആളുകളും തന്നെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു. അത് വളരെ നല്ല കാര്യം തന്നെ. അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലെ ചടങ്ങ്, ഹോട്ടൽ നിങ്ങൾക്കറിയാമല്ലോ, വലിയൊരു ഹോട്ടൽ അദ്ദേഹത്തിനുണ്ട് കൊല്ലത്ത്, അത് റാവിസ് എന്നാണ്. ആ റാവിസിൻ്റെ ഉദ്ഘാടനത്തിന് വന്നത് ഷാരൂഖ് ഖാനാണ്. അപ്പോൾ ഷാരൂഖ് ഖാനൊന്നും ഇത്തവണ വന്നില്ല, പക്ഷേങ്കിലും മോഹൻലാൽ വന്ന് തൽക്കാലത്തേക്ക് ആ ചടങ്ങിൽ പങ്കെടുത്തു. ആ ചടങ്ങിലുള്ള മറ്റൊരു സന്തോഷമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. ആത്മകഥയുടെ പേരെന്ന് പറയുന്നത് രവിയുഗം എന്നാണ്. ആ രവിയുഗത്തിൻ്റെ പുസ്തകത്തിൻ്റെ കവർ പ്രകാശന ചടങ്ങ് നിർവഹിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. പിണറായി വിജയനാണെങ്കിലും ഇത്തരത്തിലൊരു പ്രത്യേകത ഉണ്ട് എന്ന് നമുക്കറിയാം. പഴയ കമ്മ്യൂണിസ്റ്റുകാരെ പോലെയല്ല. കാരണം അദ്ദേഹം ഇതിനു മുമ്പ് ഏതാണ്ട് ഫാരിസ് അബൂബക്കറിൻ്റെ അമ്മ മരിച്ച് അച്ഛനോ പിതാവോ മാതാവോ മരിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നൊരു 3 മണിക്കൂർ ചെലവിടാനുള്ള സമയം അദ്ദേഹത്തിന് ഉണ്ടായത്. അതുപോലെ തന്നെ ഇതേ പിണറായി വിജയൻ തന്നെയാണ് നമ്മുടെ തങ്കു ബ്രദറിൻ്റെ മകൻ്റെ കല്യാണത്തിനും അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ഓടിപ്പാഞ്ഞെത്തിയത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പറയുന്ന സുഹൃത്തായിട്ടുള്ള നിഷാദ്, അതായത് മലബാർ ഗോൾഡിൻ്റെയൊക്കെ നിഷാദിൻ്റെ മകൻ്റെ കല്യാണത്തിനും ഇതുപോലെ തന്നെ പിണറായി വിജയനും ഇതുപോലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ പങ്കെടുത്തു. അപ്പോൾ ഇതിനൊക്കെ വരാനും രവി പിള്ളയെയൊക്കെ ആശീർവദിക്കാനും ഒക്കെ ഇവർക്ക് സമയമുണ്ട്.
പക്ഷേ പലപ്പോഴും ഈ പറയുന്ന പാർട്ടിക്ക് വേണ്ടി ഇതുപോലെ മരിച്ചുപോയ രക്തസാക്ഷികളുടെ വീടുകളിൽ പോലും, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ആന ചവിട്ടിക്കൊന്നവരുടെ വീടുകളിൽ പോലും, അല്ലെങ്കിൽ ഇതുപോലെ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ ഒന്നും അടുത്തെത്താൻ ഇവർക്കാർക്കും തന്നെ വലിയ സമയമൊന്നും ഉണ്ടാവാറില്ല. അതൊക്കെ സമയമുണ്ടെങ്കിൽ തന്നെ അതൊക്കെ വലിയ മെനക്കേടാണ് എന്നുള്ളത് ഇവർക്കറിയാം. അതുകൊണ്ട് അവിടെയൊന്നും ഇവരെത്തിയില്ലെങ്കിലും ഇപ്പോൾ രവി മുതലാളിയുടെ ചടങ്ങിന് അവരെത്തിയിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. വലിയ പുരസ്കാരം കിട്ടിയിട്ടുള്ള രവി മുതലാളിക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ കവർ ചിത്രത്തിൻ്റെ പ്രകാശനം നടന്നു. ഇനി ആത്മകഥയുടെ പ്രകാശനം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഓൾറെഡി തന്നെ വലിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ കിട്ടിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പറയുന്ന രാജകുടുംബത്തിൻ്റെ വലിയ പുരസ്കാരം കിട്ടിയെന്ന് പറയുന്നതിലൊന്നും വലിയ കഥയില്ല. കാരണം ഇന്ത്യയിലൊക്കെ തന്നെ വലിയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. വലിയ സമ്പന്നനായിട്ടുള്ള മനുഷ്യനാണ്. കോവളം കൊട്ടാരവും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച ഹോട്ടലുമൊക്കെ ഏതാണ്ട് ഇദ്ദേഹത്തിന് വിലക്ക് നമ്മുടെ ഗവൺമെൻറ് തന്നെ കൈമാറിയതാണ്. ആർക്കും അതിലൊരു എതിരഭിപ്രായം ഉണ്ടായില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ടെക്നോളജി കമ്പനിയുടെ CEO ആയിരുന്നു വീണ വിജയൻ എന്നുള്ളത് നിങ്ങളെല്ലാവരും ഓർക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു നമ്മുടെ ബിനീഷ് കൊടിയേരി എന്ന് പറയുന്ന കൊടിയേരി ബാലകൃഷ്ണൻ്റെ രണ്ടാമത്തെ മകൻ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന രവി മുതലാളിക്ക് ഇത്ര സ്വീകരണം കുറച്ച് കുറഞ്ഞുപോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിന് പ്രധാനമന്ത്രി തന്നെ വന്നേക്കുമെന്നും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റോ തന്നെ ഹാജരാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന് മുൻകൂറായ എൻ്റെ അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ച് ഈ സാധാരണ ഒരു സ്ഥലത്ത് നിന്നും പോയിട്ടുള്ള കരുനാഗപ്പള്ളിയിൽ നിന്നും പോയി വിദേശത്തെത്തി വലിയ തോതിൽ സമ്പന്നനായ അദ്ദേഹത്തിൻ്റെ ആ ആത്മകഥ വായിച്ച് കോൾമയർ കൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് എഴുതുന്നയാൾ എന്താണെങ്കിലും പെട്ടെന്ന് പൂർത്തിയാക്കട്ടെ. എഴുതുന്നതൊക്കെ തന്നെ ഒരു ഗോസ്റ്റ് റൈറ്റിംഗ് ആയിരിക്കും. ആരെങ്കിലും എഴുതാൻ കൊടുക്കുന്നതായിരിക്കും. ഇദ്ദേഹം വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരിക്കും. അതിനൊന്നും തെറ്റില്ല. മിക്ക മാധ്യമ പ്രവർത്തകർ കുറേ പേരൊക്കെ കഴിഞ്ഞു പോകുന്നത് ഇത്തരത്തിലുള്ള ചില ചില്ലറ വരുമാനങ്ങളൊക്കെ കൊണ്ടിട്ടാണ്. എന്താണെങ്കിലും അദ്ദേഹത്തിനൂടി വരുമാനം കിട്ടട്ടെ. ഈ ആത്മകഥ എത്രയും പെട്ടെന്ന് പ്രകാശിപ്പിക്കട്ടെ. ആ സമയത്ത് അത് വായിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. എല്ലാവിധ മംഗളങ്ങളും രവി പിള്ളക്കും വേണ്ടിയെങ്കിലും യോജിക്കുന്ന നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സിനിമ പ്രമാണിമാർക്കും.